ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു മേക്കിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ. എങ്കിലും കൂടിയിട്ട് വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വർക്കും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മെറ്റീരിയൽസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, കട്ടർ എടുത്തിട്ടുണ്ട്, അതുപോലെ എന്താ പറയുക, ഗ്ലോ എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ബീഡ്സ് ഐറ്റംസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ബീഡ്സ് എല്ലാം മിക്സ്ഡ് ആയിട്ടാണ് കേട്ടോ എടുക്കുന്നത്, നമ്മൾ വർക്കിങ്ങിന് എടുക്കുന്നത്. കാരണം ഒരു ടൈമിൽ ചിലപ്പോൾ നമുക്ക് ഒത്തിരി മോഡലുകളാണ് ഇക്കാര്യം ചെയ്യാനുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് എല്ലാം കൂടി മിക്സ്ഡ് ആയിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ അതൊന്നും വിഷയമാക്കണ്ട. പിന്നെ ഫോട്ടോയിലൊരു തുമ്മിനും കൂടിയിട്ട് ഇരിക്കട്ടെ വിചാരിച്ചിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടില്ല കേട്ടോ. അപ്പം നമ്മൾ ഗിയർ വയർ കട്ട് ചെയ്തെടുത്തിട്ട് എത്രത്തോളം ലെങ്ത്താണോ വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ. കാരണം നമുക്കിപ്പോൾ വലിയ ലെങ്ത്തിലൊന്നും വേണ്ട ആവശ്യമില്ല. ഞാനെടുത്ത രീതിയിൽ നിങ്ങൾ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലെങ്ത്ത് കറക്റ്റായിരിക്കും കേട്ടോ. അപ്പം നമ്മൾ ആദ്യം ഗോൾഡ് ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് രണ്ട് സൈഡിലായിട്ട് പേസ്റ്റൽ ബീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങളെ കയ്യിൽ മെറ്റീരിയൽസ് ഉള്ള ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പറ്റും. അല്ലാത്ത ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. 10 രൂപയാണ് ഒരു പാക്കിന് വരുന്നത്. നിങ്ങൾക്ക് ആ 10 രൂപയിൽ ഏകദേശം നിങ്ങൾക്ക് വർക്കുകൾ ചെയ്യാനുള്ള മെറ്റീരിയൽസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ലെറ്റർ ബീഡും അതുപോലെ ഹാങ്ങിങ് ലെറ്റർ ബീഡും ഒഴികെ ബാക്കി എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് വരുന്ന റേറ്റ് വെറും 10 രൂപ മാത്രമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് കാണുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയണത്. ഈ മെറ്റീരിയൽസ് ഒക്കെ വേണ്ടവർ, അതുപോലെ ബണ്ണിൻ്റെ മെറ്റീരിയൽസ് ആയാലും എയർ ആക്സസറീസിൻ്റെ മെറ്റീരിയൽസ് ആയാലും എയർ ഓയിൽ ആയാലും വേണ്ടവർ സ്ക്രീനിൽ കാണാൻ നമ്പർ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. എയർ ഓയിലിനെ കുറിച്ച് പറയാമെന്നുണ്ടെങ്കിൽ ഒത്തിരി ഗുണങ്ങളോട് കൂടിയിട്ടുള്ള എയർ ഓയിലാണ്. ഓക്കെ, പിന്നെ ഞാൻ പറയാൻ കാരണം നമ്മൾ എന്താ പറയുക, പ്രിൻ്റ് അടിച്ച് സ്റ്റിക്കർ ഒട്ടിച്ച് ബോട്ടിലോ കാര്യങ്ങളോ ഒന്നല്ല നമ്മൾ തുടങ്ങണം. എന്താ പറയുക, ചെറിയ തോതിൽ തുടങ്ങുക എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. നമ്മൾ തേച്ചിട്ട് നമുക്ക് റിസൾട്ട് കിട്ടി. അപ്പോൾ എന്തുകൊണ്ട് ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചൂടാന്നുള്ളൊരു തോന്നൽ വന്നതോട് കൂടിയിട്ടാണ് നമ്മൾ എയർ ഓയിലും സെയിലിങ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 4 സ്റ്റെപ്പായി നമ്മളിപ്പോൾ ഹെയർ ഓയിലിൻ്റെ ബിസിനസ്സിൽ നമ്മൾ തുടങ്ങിയിട്ട് ഈ നല്ല രീതിക്ക് തന്നെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് അതിലും കൂടുതൽ നല്ല രീതിക്ക് റണ്ണിങ് ആയി പോകാമെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അതിൻ്റെ ലൈസൻസ് കാര്യങ്ങളൊക്കെ എടുക്കണം. എന്നിട്ട് ഇന്ത്യക്ക് അകത്തും പുറത്തായിട്ട് ഒത്തിരി സെയിൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പോൾ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക. നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക കേട്ടോ. കാരണം ഒത്തിരി ആളുകൾ ഉറക്കമില്ലാത്ത ഒരു കാര്യത്തിൽ ബുദ്ധിമുട്ടുന്ന ഒത്തിരി ആളുകളുണ്ട്. അതുപോലെ താരന്, അത് എല്ലാം ഒരു പ്രശ്നമാണ് അല്ലേ. അതുപോലെ തലയിലെ ചൊറിച്ചിൽ, മുടി കൊഴിച്ചിൽ, മുടിയിലെ വളർച്ചക്കുറവ്, അതിനൊക്കെ നല്ലൊരു ആശ്വാസമായിട്ടുള്ള ഒരു ഓയിലാണ് കേട്ടോ നമ്മൾ പ്രത്യേകിച്ച് പരസ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ ചെറിയ തോതിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. മാഷാ അല്ലാഹ്, ഒത്തിരി സന്തോഷമുണ്ട്. ഒത്തിരി ഓർഡർ കാര്യങ്ങൾ വരുന്നുണ്ട് ഓയിലിന്. അതുപോലെ ഒത്തിരി റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു സംഭവം കൂടിയാണ് കേട്ടോ. കസ്റ്റമറിനായാലും ഒരിക്കൽ വാങ്ങിയവർക്കായാലും നല്ല അവരുടെ എന്താ പറയുക റീപ്ലേ കാര്യങ്ങൾ, ഒത്തിരി സന്തോഷം നിറഞ്ഞ വാക്കുകളാണ് അവർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ആരും ഓയിൽ മോശമാണെന്ന് ഇതുവരെ ആരും യൂസാക്കിയിട്ട് പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ വേണ്ടവരൊക്കെ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. ബണ്ണിൻ്റെ മെറ്റീരിയൽസും അതുപോലെ എയർ ആക്സസറീസും എയർ ഓയിലും നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ്. ബണ്ണിൻ്റെ മെറ്റീരിയലായിട്ട് എടുത്ത് സെയിൽ ചെയ്യുന്ന ആളുകൾക്കും ഹോൾസെയിൽ പ്രൈസിന് നമ്മൾ കൊടുക്കുന്നതാണ്. അതുപോലെ ഹെയർ ബോ ഐറ്റംസിൻ്റെ മെറ്റീരിയൽസും ഹോൾസെയിലായിട്ട് എടുക്കുന്ന ഫുൾ പാക്ക് ബീഡ്സ് ഐറ്റംസൊക്കെ നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ വേണ്ടവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇപ്പം നമ്മൾ ആലിഗേറ്റർ ക്ലിപ്പ് ചെയ്തെടുത്തത് നിങ്ങൾ കണ്ടില്ലേ, വളരെ സിമ്പിളായിട്ട്. അതിൽ ലാസ്റ്റ് നമ്മൾ അത് എന്താ പറയുക, ആ കമ്പി ഒന്ന് ചുരുട്ടി കൊടുത്തിട്ട് നമ്മൾ നല്ലോണം ടൈറ്റ് ചെയ്ത് ചുറ്റി കൊടുത്തിട്ട് താഴോട്ടാക്കി വെക്കുക കേട്ടോ. മുകളിലോട്ടാക്കരുത്, താഴോട്ടാക്കിയിട്ട് വെക്കുക, എന്നിട്ട് ഒട്ടിച്ചെടുക്കുക. നമ്മൾ വളരെ സിമ്പിളായിട്ട് ഇവിടെ ചെയ്തല്ലോ അല്ലേ. എന്ത് ഭംഗിയുണ്ട് കാണാനെന്ന് അറിയാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്യുക കേട്ടോ. ഒത്തിരി ആളുകൾ നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. കാരണം നമ്മളെ വീഡിയോക്ക് താഴെയുള്ള കമൻറ്റ് ബോക്സൊക്കെ കാണുമ്പോൾ ഒത്തിരി കമൻറ്റ് കാര്യങ്ങളൊന്നുമില്ല, എങ്കിലും കൂടിയിട്ട് ഉള്ള കമൻറ്റ് നല്ലൊരു കമൻറ്റ് കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ അതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. ഇനി അടുത്ത നല്ല വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.